ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റവ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അതിനാദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാഷ്യൂ അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ പെട്ടെന്ന് തന്നെ കളർ മാറി വരും. ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് അതേ പാനിൽ തന്നെ നെയ്യിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് മൂംഗ് ദാലാണ്, ചെറുപയർ പരിപ്പ്, അതുപോലെ ഉഴുന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നിങ്ങളിൽ ചെറുപയർ പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പരിപ്പാണെങ്കിലും ഇട്ടാൽ മതി. ഇതെല്ലാം ഇനി ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നിട വരെ നമുക്ക് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഗോൾഡൻ കളറായി. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ മതിയാവും. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഇവിടെ ഞാൻ കുറച്ച് 3/4 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, കനം കുറഞ്ഞ് തന്നെ നമുക്ക് ഇഡ്ഡലിക്ക് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടല്ല ഇട്ടിട്ടുള്ളത്, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ ഇഡ്ഡലിയുടെ ഇടയ്ക്ക് ഇത് വരുമ്പോൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് അരിഞ്ഞൊന്നിടാം. അതും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂ, ഇത് സ്പ്ലിറ്റ് ചെയ്തെടുത്താണ് ഞാൻ ഓരോന്ന് ഒടിച്ചൊടിച്ചെടുത്ത് ചെറിയ പീസസ് ആക്കിയ കാഷ്യൂ ആണ്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് കൊടുക്കാം. ഇഡ്ഡലിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കാഷ്യൂ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. പിന്നെ കുറച്ച് കായം വേണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. 1 കപ്പ് റവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റവ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം നെയ്യിൽ കിടന്ന് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒത്തിരി നേരം കിടന്ന് റവയുടെ കൂടുതലായിട്ട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലൊരു മൂത്ത മണം വരുന്ന സമയം വരെ മാത്രം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ റവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടുതലായിട്ട് അതിൽ കിടന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റവ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുളിയില്ലാത്ത തൈര് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ തൈരും ഉപ്പും റവയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കാം. നമുക്കൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു രീതിയിൽ നമ്മുടെ ഈ മിക്സ് വരണം. ഇപ്പം നല്ല തൈര് ചേർത്തപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി ലൂസാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ അതനുസരിച്ച് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യുക. കാരണം കൂടുതലായിട്ട് വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട. ഈ ഒരു
രീതിയിലും നമ്മുടെ ബാറ്റർ ആകുന്നിടം വരെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാവുന്നിടം വരെ. ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഒരു 20 to 30 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ റവയിലേക്ക് വെള്ളം ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. വീണ്ടും അത് കട്ടിയാവും. ഇനി നമ്മളപ്പോൾ ഇവിടെയും ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കാണിച്ച ആ കൺസിസ്റ്റൻസി ആവുന്നിടം വരെ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാനത് ഷൂട്ട് ചെയ്തപ്പം വിട്ടുപോയതാണ്. അതും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി വയ്ക്കാം. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമറിൽ നമ്മുടെ ഇഡലിത്തട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കുക. ഇത് അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എല്ലാത്തിലും ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ, ഫുള്ളായിട്ടുള്ള കാഷ്യൂ എല്ലാത്തിലും ഓരോന്ന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ തട്ടിലേക്കും നമുക്ക് ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പുതിന ചട്നി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.